കോഴിക്കോട് കൂടരഞ്ഞിയിൽ കുടുങ്ങിയ പുലിയെ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു. 2 ആഴ്ച മുൻപ് സ്ഥാപിച്ച കൂടിലാണ് പുലി കുടുങ്ങിയത്. രേഷ്മ, പുലി ഇപ്പോൾ താമരശ്ശേരി റേഞ്ച് ഓഫീസിലാണുള്ളത്. എനിക്ക് പിന്നിലുള്ള ഈ കൂട്ടിലാണ് ഈ കൂടരഞ്ഞിയെ 2 ആഴ്ച ഒരു മാസത്തോളം വിറപ്പിച്ച പുലി ഉള്ളത്. ഇനിയിപ്പോൾ വെറ്റിനറി സർജൻ ഇവിടെ എത്തി വിശദമായി പരിശോധന നടത്തുന്നു. പ്രാഥമിക പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല. 3 വയസ്സ് പ്രായമുള്ള പുലിയാണെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം. ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെയുള്ള പരിധിയിലുള്ള ഡോക്ടർ അവധിയായതിനാൽ നിലമ്പൂരിൽ നിന്നും ഡോക്ടർ വരണം. അദ്ദേഹം 4 മണിക്ക് മാത്രമേ അവിടെ നിന്നും പുറപ്പെടുകയുള്ളൂ. അതിനുശേഷം കോഴിക്കോട് DFO ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തും. ഡോക്ടറുടെ റിപ്പോർട്ട് ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അയച്ചു കൊടുക്കും. അതിനുശേഷമായിരിക്കും ഈ പുലിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും ഇതിനെ ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടണോ അല്ലെങ്കിൽ സൂമിലേക്ക് മാറ്റണോ എന്ന ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഒരു 5:30 ഈ ഡോക്ടർ ഇവിടെ എത്തുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. 15 ദിവസം മുമ്പാണ് കൂടരഞ്ഞി ഭാഗത്ത് വനംവകുപ്പ് കൂട് വെച്ചത്. ആ ഭാഗത്തു നിന്നും ആദ്യമായിട്ടാണ് ഒരു പുലിയെ പിടികൂടുന്നത്. നിലമ്പൂർ ഭാഗത്തെ കാടുകളിൽ നിന്നും ഈ ഭാഗത്തേക്ക് എത്തിയതാണെന്നാണ് നിഗമനം. മുമ്പും ആ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും വളർത്തു മൃഗങ്ങളെ പിടിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞൊരു മാസമായി ഉണ്ടായിരുന്നു. അവിടെയുള്ള ഒരു പട്ടിയെയും ഒപ്പം ആടിനെയും ഒക്കെ പുലി കടിച്ചിരുന്നു. ഒപ്പം പുലിയെ കണ്ട് ഓടുന്നതിനിടെ വീട്ടമ്മയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വനംവകുപ്പുടെ ക്യാമറകൾ സ്ഥാപിച്ചു. ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ കുടുങ്ങിയില്ല. തുടർന്ന് പുലിയുടെ കാൽപ്പാടുകൾ ലഭിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അവിടെ കൂട് സ്ഥാപിച്ചത്. 15 ദിവസം മുമ്പ് കൂട് സ്ഥാപിച്ചു. തുടർന്ന് ഇന്നലെ രാത്രിയോടെയാണ് പുലി കൂട്ടിൽ അകപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അവിടെ നിന്നും ഏറെക്കുറെ ഒരു 10-35 കിലോമീറ്ററോളം ദൂരെയുള്ള താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. ഇനിയിപ്പോൾ ഉള്ള നടപടിക്രമം ഡോക്ടർ വന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. പ്രാഥമിക പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. 3 വയസ്സുള്ള ആൺപുലിയാണ്. ഈ ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഇതിനെ ഉൾക്കാട്ടിലേക്ക് വിടുകയോ അല്ലെങ്കിൽ സൂമിലേക്ക് പറഞ്ഞയക്കുകയോ അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഇത്തരം ഏതെങ്കിലും പൂക്കോട് വെറ്റിനറി കേന്ദ്രം പോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന തീരുമാനം വരിക.